ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നട്ട രാത്രിയായിരിക്കും കേട്ടോ. ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് മോർണിംഗ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നല്ല കോടമഞ്ഞൊക്കെ വന്ന് നമ്മളുടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് തട്ടി ഇങ്ങനെ നിൽക്കേണ്ട. അപ്പം ഇതിങ്ങനെ തുടച്ചൊക്കെ കളഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഉറക്കമുണ്ട്, നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പം ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. മാർച്ച് 22 എടുക്കണ വീഡിയോ ആണിത്. ഇന്നിപ്പോൾ ദിവസം എത്ര, 24 അല്ലേ. 22 എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം മാർച്ച് 22 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുചേട്ടന് എനിക്ക് സ്വന്തമായിട്ടുള്ള ദിവസം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അനുചേട്ടനും തമ്മിൽ ഉള്ള ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ വെഡ്ഡിങ് ഡേ കുറച്ചും കൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇല്ലാത്ത കാശ് മുടക്കിയിട്ട് ഈ മാർച്ച് 21, 22 വെച്ച് പിടിച്ച് മൂന്നാറോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ ഗൂഗിൾ അമ്മായി എന്നെ ഒന്ന് നൈസായിട്ടൊന്ന് ചതിച്ച്. അതിൻ്റെ പേരിൽ കുറച്ച് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. നമ്മുടെ ട്രിപ്പിൻ്റെ രസവും പോയി. എന്തായാലും ഗൂഗിൾ അമ്മായി ഇന്നലെ ഒരു അടാറ് പണി അങ്ങനെ തന്നുകൊണ്ട് തന്നെ ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ പോയി കിട്ടി. അപ്പോൾ ഈ മാർച്ച് 22 ആയിട്ട് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചേട്ടനും കൂടെ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് നല്ലൊരു ആംബിയൻസിലൊക്കെ ഇങ്ങനെ നിൽക്കണ്. ഭയങ്കര സന്തോഷം. വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് 8 മണി തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് ഉള്ളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിയും. അപ്പോൾ അതിനുള്ളിൽ പോയി ഭക്ഷണം കഴിക്കണം കേട്ടോ. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇവിടെ റൂം എടുത്തു കഴിഞ്ഞ് രാത്രിത്തെ ഭക്ഷണം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പൂരി ഉണ്ടായിരുന്നു, കടലക്കറിയുടെ റോസ്റ്റ് ഉണ്ടായിരുന്നു, സേമിയൻ്റെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, ഫ്രഷ് ജ്യൂസ് കുടിക്കാനുണ്ടായിരുന്നു, കോൺഫ്ലെക്സ്, അങ്ങനെ എല്ലാ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ച്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. വയറ് പൊട്ടണ വരെ വേണമെങ്കിൽ കഴിക്കാം. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ സംഭവമൊക്കെ ചെയ്തേക്കണത് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ഒരുക്കിയേക്കണത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പോയിക്കൊണ്ട് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് രാവിലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ്. എല്ലാവരും കാര്യങ്ങൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇത്തിരി കടലക്കറിയുടെ റോസ്റ്റ് കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതും ഒരു കഷ്ണം മുട്ടയും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പോയിക്കൊണ്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഡൈനിങ് ഏരിയ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾക്ക് ഈ ഏലത്തോട്ടവും നമ്മളുടെ ചുറ്റും കാടാണ്. അപ്പോൾ ഇത് മുഴുവനും കണ്ട് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുള്ളും കോടമഞ്ഞൊക്കെ ഇറങ്ങണമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഒന്നും പറയണ്ട. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് വന്നതാണ്. ഇത്തിരി ബുദ്ധിമുട്ടി പോയെങ്കിലും പിന്നീട് അഞ്ചേട്ടൻ്റെ വായം കൊണ്ട് തന്നെ പറഞ്ഞ് അടിപൊളി സ്ഥലമാണ്, അഞ്ചേട്ടനും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇന്നലത്തെ ആ ഒരു മൈൻഡ് അങ്ങോട്ട് പോയതിൻ്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. നമ്മുടെ ടൈമും വെറുതെ പോയി. ഇത്തിരി നേരത്തെയൊക്കെ വന്നു വെച്ചെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ നടക്കാമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡൈനിങ് ഏരിയയിലൊക്കെ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഫാമിലി റിസോർട്ടാണിത്. അപ്പോൾ ഫാമിലികൾ ഇഷ്ടംപോലെ ഫാമിലി ഉണ്ടായിരുന്നു. 15 റൂംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. 15 റൂംസിലും ഫുള്ളായിരുന്നു. ഒരൊറ്റ റൂം ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ച പോലെയാണ് നമ്മൾക്കത് അങ്ങനെ കിട്ടിയേട്ടാ. ലാസ്റ്റ് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ലഗേജ് സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങണം, ചെക്കൗട്ട് ചെയ്യണം. 11 മണിയാകുമ്പോഴേക്കും എല്ലാവരും ടൈമും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫാമിലി വന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അവരും ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾക്ക് പൂളിലൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. പൂൾ റിസോർട്ട് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ പൂൾ റിസോർട്ട് ആണ് ഇങ്ങനെ ഈ ഒരു റിസോർട്ടിനൊക്കെ എത്തിയതൊക്കെ. അപ്പം നമ്മുടെ പൂള് 8 മണി കഴിഞ്ഞിട്ടേ ഗേറ്റൊക്കെ തുറന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 8 മണി തുടങ്ങി രാത്രി 8 മണി വരെ, അങ്ങനെയാണ് പൂളിൻ്റെ ടൈം. വേറെ അപകടമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ 8 മണിക്ക് ക്ലോസ് ചെയ്ത് കളയുന്ന. ഒരു ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കളയും. അപ്പം നല്ല ഭംഗിയായിട്ട് വലിയവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തും ചെറിയവർക്ക് കൊച്ചുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ആഴമില്ലാത്ത ഭാഗവും വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊച്ചു പിടിക്കണ പോലത്തെ തണുവാണ് രാവിലെ കോടയൊക്കെ ഇറങ്ങിയിട്ട്.
എന്നാലും നമുക്ക് കാശ് കൊടുത്ത് കയറിയതില്ലെന്ന് ഓർത്തിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കാലൊക്കെ ഇട്ട് ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടേ പോകണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കാശ് മുടക്കി നമ്മൾ ഇവിടെ വരെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു മോശക്കേടല്ലേ. അപ്പോഴേക്കും പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് വന്നിട്ട് തണുത്തുറഞ്ഞെടുക്കേണ്ട വെള്ളം. എന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് എന്നോട് പറഞ്ഞ് 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല, വേഗം പോയി ഡ്രസ്സൊക്കെ മാറി 10 അല്ല ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ കിടന്നിട്ടാണ്. 11 മണിക്കല്ലേ പോകണ്ടുള്ളൂ, 8 മണി 8:30 ആവണുള്ളൂ. അപ്പം പിന്നെ അവിടെ പിന്നെ പൂളിൽ ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ റൂള് റെഗുലറൈസ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുളി നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ സ്ഥലങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവിടെ നിന്ന് നമുക്ക് പേടിക്കാനൊന്നുമില്ല, അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊന്നും കാണുമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരവരുടെ മുറികളിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി 3-4-5 ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് ഞാനിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കണ്ട. നമുക്കുള്ള സമയമായിട്ട് ചെക്കിങ് ചെയ്യേണ്ട സമയമായപ്പോഴേക്കും അവർ നമ്മുടെ ഫോണിൽ വിളിക്കും, ഇറങ്ങേണ്ട സമയമായെന്ന് പറഞ്ഞ്. എനിക്കാണെങ്കിൽ വിഷമം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് മനസ്സുമായിട്ട് ആ റൂമും ഈ പരിസരമൊക്കെ ആയിട്ട് ഒന്ന് സിങ്കായി വന്നപ്പോഴേക്കും നമുക്ക് ചെക്കിങ് ചെയ്യേണ്ട സമയമായി. 302 റൂമിൽ നിന്ന് അങ്ങനെ വിട പറഞ്ഞ് സങ്കടത്തോടെ ഞാൻ ഇറങ്ങിയിട്ടാണ്. എന്തായാലും എനിക്ക് ഈ വഴിയും കാര്യങ്ങളൊക്കെ ഏകദേശം നിശ്ചയമായി. 2 ദിവസത്തേക്കൊക്കെ ഞാൻ റൂം എടുത്തിട്ട് എന്തായാലും ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്നിരിക്കും. വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. എനിക്ക് അങ്ങോട്ട് വിഷമം വന്നിട്ട് പാടില്ല കേട്ടോ. ഇവിടുന്ന് പോകാനുള്ള മൈൻഡൊന്നും ഇല്ല എനിക്ക്. പക്ഷെ നമ്മൾക്ക് ചെക്കിങ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥിതിക്ക് ഇറങ്ങാണ്ടും രക്ഷയില്ല, ഇല്ലെങ്കിൽ അവരവിടുന്ന് വലിച്ചിറക്കേണ്ടി വരും. അപ്പോൾ ഓരോ ഫാമിലിയും പോയിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ മൊപ്പം ഇങ്ങനെ ഇറങ്ങേണ്ട. അടുത്ത് ഇനിയിപ്പോൾ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കണ്. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അവർക്ക് അറേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടീം വരാൻ. റിസപ്ഷനിൽ വന്നപ്പോൾ റിസപ്ഷനിലിസ്റ്റ് എന്നെ നോക്കി ചിരിക്കാണ്ട്. എന്താന്ന് വെച്ചാൽ ഇന്നലെ കരഞ്ഞു വന്ന ആള് ഇന്നിപ്പോൾ അതേ വ്ളോഗും ചെയ്ത് വീഡിയോ പിടിച്ച് നടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ആള് നിന്ന് ചിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ വഴിയൊക്കെ മനസ്സിലായില്ലേ, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇനിയിപ്പോൾ വഴിയൊന്നും തെറ്റാണ്ട് ഇനിയും നല്ല വഞ്ഞോട്ട് 2 ദിവസമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്നെ സന്തോഷിപ്പിച്ചൊക്കെ പറഞ്ഞ് വിട്ട്. അവർക്ക് ഭയങ്കര വിഷമമായി പോയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വഴിയേറ്റ് പോകുന്ന കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ റിസോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു മാനസിക വിഷമം അവർക്കും ഉണ്ടായിരുന്നു. അപ്പം തെറ്റ് പറ്റിയതിന് അവരും മാപ്പ് പറഞ്ഞു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നല്ല, എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകളായിരുന്നു കൂടുതൽ. അങ്ങനെ നമ്മൾ ഇവിടെ പുറപ്പെടിനെ വഴിയൊക്കെ തെറ്റിപ്പോയി ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ സമയമൊക്കെ വെറുതെയൊക്കെ പോയി. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ പകലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വീട്ടിലോട്ട് ഈ റിസോർട്ടിലോട്ട് വന്ന വഴിയാണ് കാണുന്നത്. ഇത്രയും നല്ല റോഡ് കിടന്നിട്ടാണ് ഞാൻ കുത്തനെ പോലെ കിടന്ന് വെച്ച കള്ളും ഉള്ളൊക്കെ നിറഞ്ഞ വഴി കൂടി കയറി പോകുന്നത്. എൻ്റെ തലമണ്ടൊക്കെ അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ് ചേട്ടന് ഇത്തിരി ക്ഷമ സഹനമൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ എന്നെ ആ കൊക്കയിലോട്ട് എടുത്ത് എറിയേണ്ട പണിയാണ് ഞാൻ ചെയ്ത് വെച്ചേക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യബദ്ധം എനിക്ക് തോന്നണം, ഞാൻ ഉറങ്ങിപ്പോയി തോന്നണം. ആ ഉറങ്ങിപ്പോയ നേരത്തെ ഗൂഗിൾ അമ്മയെ ഒന്ന് മാറി അങ്ങോട്ട് വഴി കാണിച്ച്, അതാണ് സംഭവിച്ചതൊക്കെ. ചേട്ടൻ ദേവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്നാ ഇത്രയും നല്ല റോഡ് ഇവിടെ കിടന്നിട്ട് എന്നെ ഈ ഗർത്തം മുഴുവനും കയറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴക്കും പറയുന്നുണ്ട്, എന്നെ കളിയാക്കണുണ്ട്. എല്ലാം കേൾക്കാൻ ബാധ്യസ്ഥയായിട്ട് ഞാൻ ഈ സൈഡിൽ ഉരുപ്പുണ്ട് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും, ഒരു കയ്യബദ്ധം പറ്റിപ്പോയില്ലേ. അപ്പോൾ പോഞ്ഞ വഴിയൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ട വഴികൾ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് എൻ്റെ ദിശ പോണത്, റൂട്ട് പോണതൊക്കെ നോക്കണം, മാപ്പ് നോക്കേണ്ട വിധം എങ്ങനെയാണ്, ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ പോണ വഴിയൊക്കെ ഒരുപാട് പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ പോയിന്റുകളുണ്ട്, റോക്ക് പോയിന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെയൊക്കെ കയറി നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കാണാനുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ. പിന്നെ എൻ്റെ ക്യാമറമാൻ അടിപൊളി ആയതുകൊണ്ട് തന്നെ തുമ്പും പാലുമില്ലാണ്ടാണ് കിട്ടിയേക്കണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് ഓർത്തിട്ട് ഞാനിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണുണ്ട്. ഓരോ ആംഗിളിലൊക്കെ ക്യാമറ പിടിച്ചാലാണ് വീഡിയോന് അതിൻ്റെതായ ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ ഏകദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതിപ്പോൾ എൻ്റെ അഞ്ചേട്ടനായാലും പിള്ളേർക്കായാലും അതൊന്നും ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്നും അവർ ആ ഒരു രീതിയിലോട്ട് വരുന്നില്ല. പഠിപ്പിച്ചെടുക്കണം. ഞാൻ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ടോമിനെയൊക്കെ ഒന്ന് മൂത്താളെയൊക്കെ ഒന്ന് എഡിറ്റിങ് പഠിപ്പിക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം. എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്ത് തരൂല. അപ്പൊ ആളെടുത്ത വീഡിയോ കാരണോണ്ടാ ഇങ്ങനെ ഏങ്കോണിപ്പും കാര്യങ്ങളൊക്കെ. കാറി കയറേണ്ട നിമിഷം രണ്ടുപേരും 2 വഴിക്കും തലയാഴ്ച ചാഞ്ഞ് കിടപ്പായി.
അപ്പൊ പിന്നെ ഇനിയിപ്പോ ഓരോ സ്ഥലത്തൊക്കെ എവിടെങ്കിലും പോയി ഇറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞാൽ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ ഭംഗിയില്ല പിള്ളേര്. അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതി, വീട്ടിലോട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇനിയിപ്പോൾ അധികം റിസ്ക് എടുക്കാൻ നിൽക്കണില്ല. എന്താന്ന് വെച്ചാൽ ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ വഴിയും തെറ്റി ഇനി ഇന്നലത്തേലും പ്രശ്നത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് ഓർത്തിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് പേടി തട്ടിപ്പോയി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ഓരോടത്തും നിൽക്കണ്ട, ഓരോടത്തും കാണുകയും വേണ്ട, തിരിച്ച് വീട്ടിലോട്ട് പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നിട്ട് പിന്നെ എനിക്ക്. അപ്പം പിന്നെ ഞാൻ വേറൊരിടത്തും കാണാനാ ഇറങ്ങാനാ ഒന്നിനും നിന്നില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാനാണ് ഈ കാണുന്നത്. ആ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ മതി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈഡിൽ ഇരിക്കേണ്ട. എന്നെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ എന്തോ മനസ്സങ്ങടെ അനുവദിക്കണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഉള്ള വേഗം ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ച് എത്താലാന്ന് ഓർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരാ എൻ്റെ വീട്ടിലോട്ട്. ഇത് അങ്ങോട്ട് മൂന്നാറോട്ട് പോയപ്പോൾ നോക്കി വെച്ചേക്കണാണ്ട് ഇടിയിറച്ചി കിട്ടണത്. ഇടുക്കി ഭാഗത്ത് ഇടിയിറച്ചി വിൽക്കണ ഒരു സ്ഥലമുണ്ട് കേട്ടോ, മെയിൻ റോഡിൽ തന്നെ. അപ്പം ഇടുക്കി ഇറച്ചി. അപ്പോൾ അതവിടെ കയറണമെന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോണ നേരത്ത് ഷോപ്പ് അടഞ്ഞടക്കായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ തുറന്നേക്കണ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരെ വെച്ച് പിടിച്ച് ഇടിയിറച്ചി വാങ്ങിക്കാൻ വേണ്ടി ഇടിയിറച്ചി ഞാൻ വാങ്ങിച്ച് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടാ. ഇനിയിപ്പോൾ അത് വെച്ച് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഈ ചേട്ടനെ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളും ഏലക്കായ, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് എബ്രോഡ് പോകണവർക്കൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അച്ചാറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് ഒരുപാട് സാധനങ്ങളൊന്നും വെക്കൂല. ആവശ്യത്തിനുള്ളത് വന്നു കഴിഞ്ഞിട്ട് ഓൺലൈൻ ബിസിനസ്സും ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഗോവക്ക ഉണക്കിയത്, പാവക്ക ഉണക്കിയത്, കപ്പ ഉണക്കിയത്, അങ്ങനെ ഓരോ ഐറ്റംസ്. ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുണ്ട് പുറത്തോട്ടൊക്കെ പോകണവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നല്ല അടിപൊളി കസ്റ്റമർ സർവീസാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം വിശദീകരിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഇടിയിറച്ചി പാകം ചെയ്യേണ്ട വിധം എല്ലാനൊക്കെ പറഞ്ഞൊക്കെ തന്ന് ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമ്മുടെ നാട്ടിൽ വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ. ഇതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവേക്കണം. കുരുമുളക്, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാനും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട്. ഇറച്ചി കാര്യങ്ങളൊക്കെ ഉണക്കലും ഒക്കെ അവരുടെ വീട്ടിലത്തെ ഓൺ പ്രൊഡക്റ്റുകളാണ് എല്ലാ സാധനങ്ങളും ഈ കടയിലുള്ളത്. അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പോണ വഴി മുഴുവനും പിന്നെ കാണുന്നുണ്ടായിരുന്നിട്ടാ മുളയരി പായസം, മുളപ്പായസം, അങ്ങനെയൊക്കെ കുറെ പായസങ്ങൾ. വല്ല മിക്ക സ്ഥലത്തും വളവുകളിലൊക്കെ ഇത് മുളയരി പായസം ഇത് സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ അനുസരിച്ച് അത് കുടിക്കണം, അതെന്താണെന്ന് അറിയണം. അങ്ങനെ നമ്മൾ വീട് ഒന്ന് വണ്ടി സൈഡാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുളയരി പായസം കഴിക്കാൻ കയറിയൊക്കെ ഉണ്ടാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് വേഗം കഴിച്ചെന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മൂന്നാറോട്ടെങ്ങാനും യാത്ര തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശന്ന് നമ്മൾ ഊപ്പാടിളക്കി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെസ്റ്റോറൻറ്റുകളൊക്കെ മിക്കതും ക്ലോസ് ആണ്. അപ്പോൾ വെള്ളം ഒരു ജഗ് കരുതി വെക്കണം. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കരുതിയിട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ ട്രിപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് മുളയരി പായസം ഓർഡർ ചെയ്ത് എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പിന്നെ നിങ്ങളെ കാണിക്കാനുള്ളതിൻ്റെ പേരിൽ 2 സിബ് ഞാൻ സിപ്പ് നല്ല സിപ്പ് എടുത്ത്. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് അണ്ടിപ്പരിപ്പും കശുവണ്ടിയും എല്ലാ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറയണത് ഇത് വെറുതെ തമാശക്കെട്ടി കഴിക്കണതല്ല, രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അത്യുത്തമമാണെന്നും പറഞ്ഞൊക്കെ പഠിപ്പിച്ചു തരാൻ എൻ്റെ ചേട്ടൻ നിന്ന്. ഇതാണ് ട്ടോ മുളയരി. മുളയിൽ നിന്ന് എടുക്കണം എന്നാണെന്നാണ് പറയണ. മുള ഉണങ്ങി കഴിയുമ്പോൾ കിട്ടണ എന്തോ അതിനകത്തുനിന്ന് സംഭവമാണെന്നൊക്കെയാണ് പറയണ. ചേട്ടനൊക്കെ പറഞ്ഞൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ ഇതൊക്കെ മാറാനായിട്ട് മുളയരി പായസമൊക്കെ നല്ലതാണെന്ന് അവർക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വാങ്ങിച്ചിട്ട് അതൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും പോയല്ലേ, അപ്പോൾ പിന്നെ പായസമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടാ. അങ്ങനെ വണ്ടി പുറപ്പെട്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് കുരങ്ങന്മാരെ കണ്ട്. അങ്ങനെ മൂന്നാർ വന്നതുകൊണ്ടുണ്ടായ ഒരു സന്തോഷം ഇത് മാത്രമാണ് ട്ടോ. കുറെ കുരങ്ങന്മാരെ കാണാൻ പറ്റി. കുരങ്ങൻ്റെ ഫാമിലി മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നിട്ടാ. അപ്പൊ നമ്മി ഓറഞ്ചൊക്കെ കൊടുത്തിട്ട് ക്യാച്ച് ചെയ്ത് വാങ്ങിച്ച് തീറ്റയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ ഉണ്ടാവും. കുറെ നേരം നിന്ന്. പക്ഷെ ഇതൊക്കെ വല്ല ആക്രമിക്കാൻ ആ സ്വഭാവമൊക്കെ ഉള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഗ്ലാസ്സൊക്കെ പകുതി വെച്ചിട്ടാണ് ട്ടാ നമ്മൾ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണത്. അവരുടെ ഫാമിലി അടക്കം അപ്പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ, കുഞ്ഞുങ്ങളടക്കം. അങ്ങനെ നമ്മളൊരു ഓറഞ്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് പൊളിച്ച് തിന്നണ തീറ്റ കാണണം. നമുക്ക് നാണാവും. പൊളിച്ച് തിന്നണേക്കാളും ഭംഗിയായിട്ടാണ് ആ കുരങ്ങൻ ആ ഓറഞ്ച് പൊളിച്ച് തിന്നണത്.
നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് കഴിക്കേണ്ട പാവം തൽക്കാലത്തൊക്കെ ഉള്ളൊരു വിശപ്പൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ നേരം കുരങ്ങനെയൊക്കെ തീറ്റിച്ചും കുടിച്ചൊക്കെ നിന്ന് നമ്മൾ അവിടെ നിന്ന് പുറപ്പെടേണ്ടാവും. അങ്ങനെ പോണ വഴിയൊക്കെ നിറയെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ മുതൽ വിഷമിച്ച് മാറി ഇങ്ങനെ ഇരിക്കണ കാരണം ഞാൻ അനുചേട്ടനോട് പറഞ്ഞായിരുന്നു കുറെ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അനുചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് മൂന്നാർ വരെ വന്നത്. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണിപ്പറക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്ന സൈഡിൽ. അപ്പം എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞോണ്ട് പുറത്ത് വന്നുകൊണ്ട് അഭിനയിക്കാനാണ്ടേ കാണുന്നത്. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭാവം ചെയ്തോളൂ. ഇങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എൻ്റെ ചേട്ടന്. ഭാവം തോന്നാറുണ്ട് ചില നേരം. അപ്പൊ എന്നോട് പറയും കുരങ്ങനെ കൊണ്ട് കുറച്ചുകൂടി ഓറ് വരയ്ക്കണ പോലെയാണ് എൻ്റെ അവസ്ഥയെന്ന് ഇപ്പൊ എന്ന്. എന്തായിക്കോട്ടെ, ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നോ ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരാൻ എല്ലാത്തിനും കാരണം ഈ അനുശേഷം തന്നെയാണ്. അപ്പൊ പിന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത് ആള് തന്നെയല്ലേ. സപ്പോർട്ട് എല്ലാ തരത്തിലും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ആൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ വരാനും എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ചമ്മലാണ്. ആൾക്കാരെന്ത് വിചാരിക്കുമോ എന്നുള്ളൊരു ചിന്ത അനുശേഷന് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ പിന്നെ ഒരുപാടൊന്നും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ മോന്മാരെയൊക്കെ കാണുമ്പോൾ വന്ന് ഇങ്ങനെ അഭിനയിക്കുമ്പോഴാണ് നിങ്ങളിത് കാണാറ്. നമുക്ക് പിന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയും കണ്ടിരുന്നാൽ മതി. ഇയാൾക്ക് ഓടിക്കുന്നത് രാവിലെ ഇന്നലെ വെളുപ്പാങ്കാലത്ത് 7 മണിക്ക് ഇറങ്ങിയിട്ട് 5:30 മണിയായല്ലേ കറങ്ങി തിരിഞ്ഞ് റോഡൊക്കെ തെറ്റി നമ്മൾ റിസോർട്ടിലെത്തിയത്. പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി നേരം വെളുത്ത് 11 മണിയായപ്പോൾ റൂം വെക്കിട്ട് നേരെ ഇങ്ങോട്ട് പോകും. ഞാൻ വിചാരിച്ച് പ്ലാൻ ചെയ്തതുപോലെ ഒന്നും കാര്യം നടന്നില്ല ഗൈസ്. നാളെ നേരം വെളുത്ത് ജോലിക്കൊക്കെ പോണാരോത്തിട്ട് മടിയായിട്ട് പാടില്ല എനിക്കിപ്പോഴേ. അവിടെ നിന്നൊക്കെ ആ ഹാങ് ഓവർ ഒന്നും ഇപ്പോൾ വിട്ടിട്ടില്ല കേട്ടോ. ആ മഞ്ഞും ഈ ഒരു സമയത്ത് തന്നെ പോവുകയാണെങ്കിൽ രസമുണ്ടാ. എന്തൊരു ചൂടാണ് ഈ സമയത്ത്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്ത് നല്ല ക്ലൈമറ്റാണെന്ന് അറിയാം. നാളെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് പഴയ പോലെ ജീവിതം സ്റ്റാർട്ട് ചെയ്തോളാം. നമ്മുടെ വീട് തേത്തണ്. അയ്യോ, എനിക്ക് അടുക്കളയിൽ കയറണം. എനിക്ക് മടിയായിട്ട് പാടില്ല ഗൈസ്. എന്തൊരു സുഖമായിരുന്നു 2 ദിവസം. 2 ഒരു ദിവസം. പക്ഷെ കുറെ ദിവസങ്ങൾ നിന്ന് പോയി വന്ന പോലെ ഫീലാണ്ട് തോന്നുന്നത്. 1 ദിവസം അവിടെ നിന്ന് മാറി നിന്നോളൂ. അങ്ങനെ നമ്മളുടെ വീടെത്തി. അങ്ങനെ പോയ സ്പീഡിൽ നമ്മൾ തിരിച്ചത് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഒരു ദിവസമൊക്കെ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടി സാധനങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയതിട്ട്. ഒരുപാട് തുണിത്തരങ്ങളൊക്കെ എടുത്ത് പെട്ടിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന. പല പല ലൊക്കേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ മാറി മാറി ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാം ചളകുളമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബ്രൂണോ ഭയങ്കര സങ്കടത്തിലാണ്. ഒരു ദിവസം നമ്മുടെ മര്യത്തൊന്ന് മാറി നിന്നോടെ അവൻ ഭയങ്കര പ്രതിഷേധത്തിലാണ്. കൂട്ടിൽ കിടക്കണ ചോറൊക്കെ അങ്ങനെ ഇരിക്കേണ്ട, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടറോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് സേഫായിട്ട് തിരിച്ചെത്തിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് ലാസ്റ്റ് വീഡിയോ ആയിരിക്കുമല്ലോ ഇതിപ്പോൾ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ബായ് പറഞ്ഞപ്പോ പോകലട്ടെ. ഇതും കൂടി കണ്ടിട്ട് പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് എൻ്റെ മനസ്സൊക്കെ ചത്താണ്ട ഞാൻ തിരിച്ചു വന്നത്. അപ്പിണ്ടറ 10:30 മണിയായി കഴിഞ്ഞപ്പോ വന്നേക്കണ ഒരു കേക്കായിട്ട്. എനിക്ക് കേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ കേക്ക് എടുത്ത് എറിയാനാണ് ആദ്യം തോന്നിയത്. പക്ഷെ എന്തെന്നാ പറയണത്, സ്നേഹിച്ച നക്കിക്കൊല്ലും എന്തോ പറയുമല്ലോ അങ്ങനെ. അതേപോലെയാണ് ഞാൻ ചേട്ടൻ്റെ സ്വഭാവം. അവിടെ നിന്നിട്ട് ഇത്രയും ആംബിയൻസിലൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്നൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് 3 വരെ പോയത്. ആ നേരത്തൊരു കേക്ക് വാങ്ങിച്ചിട്ട് മുറിക്കാനായിട്ട് തോന്നാണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 10 മണിയായി കഴിഞ്ഞപ്പോൾ കേക്ക് കൊണ്ടുവന്നേക്കണം. നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെ എന്ത് തോന്നും? എനിക്ക് ശരിക്കും ഭ്രാന്താണ് കയറിയത്. പിന്നെ ആ ഒരു തല്ലുകൊടുത്ത നല്ലൊരു ദിവസമായിട്ട് വേണ്ടല്ലാന്ന് ഓർത്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഏകദേശം തീർന്ന്. ഇനിയിപ്പോൾ 17ാമത്തെ വർഷത്തിലോട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഉള്ള ജീവിതം ഇങ്ങനെ നടന്ന് നീങ്ങണം.
എന്തായാലും ഈ 16ാമത്തെ കൊല്ലം ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. അത്രയും ഓർമ്മകളുണ്ട്. ആരും ആരുടെയും പഴിക്കണമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഞാനായിട്ട് ചെയ്തു വെച്ച ഞാനായിട്ടുള്ള കുഴപ്പങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാരവാഹിത്വം ഞാൻ തന്നെ വഹിക്കണം. അപ്പൊ പിന്നെ ആരോടും പരാതി പറയണേല് ശരിയല്ല. ഒരു വെഡിങ് ഗിഫ്റ്റ് കൊടുക്കണോന്ന് ആഗ്രഹിച്ച്, അതും നല്ല ഗ്രാൻഡായിട്ട് കൊടുക്കണോന്ന് ആഗ്രഹിച്ച്, പക്ഷെ അതെല്ലാം ചളകുളമായി പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ 16ാമത്തെ കൊല്ലത്തെ വെഡിങ് ആനിവേഴ്സറി ഞാൻ ഇനിയിപ്പോൾ ഒരിക്കലും മറക്കൂല. 17ാമത്തെ വർഷത്തിലോട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് നീങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങളും കിടന്നുറങ്ങുക. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മളുടെ റിസോർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. സ്റ്റേ ചെയ്യാനായിട്ട് എപ്പോൾ പോകണം, എങ്ങനെ പോകണം, ഏത് വഴി പോകണം, എത്ര പൈസ വരും, എങ്ങനെയൊക്കെ പോകണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. നമുക്ക് വെക്കേഷൻ വരെയല്ലേ, അപ്പോൾ പോയി ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഇങ്ങോട്ട് എൻജോയ് ചെയ്യുക. ഒറ്റ ദിവസം അങ്ങോട്ട് പോട്ടെ നോക്കണം. ഒരു 15 രൂപ ഏകദേശം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഡേ ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് നല്ല ഭംഗിയായിട്ട് വരാം. എൻ്റെ പോലെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാതെ ഇരുന്നാൽ അടിപൊളിയായിട്ട് പോയി ട്രിപ്പൊക്കെ ആസ്വദിച്ച് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഇത് കുറച്ച് ദിവസമായി പറയണ, ആരും ഇടുന്നില്ല.